ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ ഭാഗത്തുനിന്ന് പുതിയതായിട്ട് റിലീസ് ആവാൻ വേണ്ടി പോകുന്ന GTA 6 ഗെയിം ഒഫീഷ്യലി റിലീസ് ആവണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വെറുതെ കളിക്കൽ മാത്രമല്ല, അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ലക്ഷങ്ങൾ കാശായിട്ട് റോക്ക് സ്റ്റാർ ഗെയിംസ് തരും നിങ്ങൾ ഈ ഒരു GTA 6 ഇറങ്ങണേക്കാളും മുമ്പ് കളിച്ചു കഴിഞ്ഞാൽ. ഇത്ര ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്താണ് പറഞ്ഞു തന്നെയെന്ന്. അതേ ഫ്രണ്ട്സ്, നമ്മുടെ റോക്ക് സ്റ്റാർ ഗെയിംസ് ഇന്ത്യയിൽ GTA 6 കളിക്കാനായിട്ട് ആളുകളെ തപ്പുന്നുണ്ട് ജോലി ായിട്ട്. ഇത്ര കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും GTA 6 ഇറങ്ങണേക്കാളും മുമ്പ് കളിക്കാം, കാശ് ഇങ്ങോട്ട് കിട്ടുന്നു. പക്ഷേ ഇതിൽ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് അല്ല, നമ്മളൊരു ജോലി എടുക്കുമ്പോൾ ചെയ്യേണ്ട പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് വെറുതെ ഗെയിം കളിച്ചിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജോലി. അതായത് ഗെയിം കളിച്ച് ഈ ഒരു ഗെയിമിലുള്ള ബഗ്ഗുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഗെയിം കളിക്കാന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഫുൾ GTA 6 ഗെയിം ആയിരിക്കണം എന്നില്ല കിട്ടുക. ചിലപ്പോൾ ഏതെങ്കിലും മിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ട് ആയിരിക്കും നിങ്ങൾക്ക് കളിക്കാനായിട്ട് കിട്ടുക. ഈ ഒരു പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു മിഷൻ നിങ്ങൾ 10-20 പ്രാവശ്യം കളിക്കേണ്ടി വരും. അതിലത്തെ ബഗ് കണ്ടെത്തേണ്ട വരെ കളിക്കേണ്ടി വരും. ഒരു പ്രാവശ്യമൊക്കെ കളിക്കാനാണെങ്കിൽ നല്ല രസമായിരിക്കും, നമുക്ക് എൻജോയ് ചെയ്ത് ആ ഒരു GTA 6 കളിക്കുന്ന ക്യൂരിയോസിറ്റിയിൽ കളിക്കാം ഫസ്റ്റ് ടൈം കളിക്കുന്നതുകൊണ്ട്. പക്ഷേ ആ ഒരു മിഷൻ തന്നെ 2-3 പ്രാവശ്യം കളിക്കുമ്പോൾ തന്നെ നമുക്ക് മടുത്തു തുടങ്ങും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിലത്തെ ബഗ് കണ്ടെത്തുന്നവരെ ഒരു 10-20 പ്രാവശ്യം ആ സെയിം മിഷൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസ്ഥ. അങ്ങനെ കളിച്ചിട്ട് അതിലുള്ള ബഗ്ഗുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ ഡെവലപ്പേഴ്സിനെ അറിയിക്കണം. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് സ്റ്റാർ ഗെയിംസ് ഉദ്ദേശിക്കുന്ന സംഭവം. ഈ ഒരു ഗെയിം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു GTA 6 എന്ന് പറഞ്ഞ ഗെയിമിന് മാത്രമല്ല കേട്ടോ, GTAയുടെ എല്ലാ സീരീസ് ഗെയിമിനും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഏതൊക്കെ ഗെയിം എവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട് അവിടെ എല്ലാം ഈ ഗെയിം ടെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. അവർ ഈ പറയുന്ന പോലെ തന്നെ ഒരു മിഷൻ തന്നെ 10-20 പ്രാവശ്യം കളിച്ച് നോക്കിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്ത് കിട്ടുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ GTA Vice Cityയിൽ നമുക്ക് കയറിയിട്ട് ചീറ്റ് കോഡ് അടിക്കാറില്ലേ? പാൻസർ, കം ഫ്ലൈ വിത്ത് മീ, റോക്ക് ആൻഡ് റോൾ മാൻ, ഇങ്ങനത്തെ ഒരുപാട് ചീറ്റ് കോഡുകൾ. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് റോക്ക് സ്റ്റാർ ഗെയിംസ് ഉണ്ടാക്കിയേക്കണ്ടല്ല, അതിന്റെ ബഗ് ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ, കളിച്ച് ഗെയിം ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അവരുണ്ടാക്കിയ ചീറ്റ് കോഡാണ്. പിന്നീട് നമ്മുടെ കയ്യിലേക്ക് കിട്ടി, നമ്മളത് യൂസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഒരുപാട് ദൂരം പോയി. അപ്പോൾ ഈ ഒരു റോക്ക് സ്റ്റാർ ഗെയിംസിലുള്ള ഈ ഒരു ഗെയിം ടെസ്റ്റർ ആയിട്ടുള്ള ജോലി എവിടെ നിന്ന് കിട്ടുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലാണ് റോക്ക് സ്റ്റാർ ഗെയിം ഇതിനുള്ള ഹയറിംഗ് നടത്തുന്നത്. അത് ഏപ്രിൽ 18-ാം തീയതി. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് നെറ്റ് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. റോക്ക് സ്റ്റാറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇതിനെപ്പറ്റി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇത് റിയൽ ആണെന്ന്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GTA 6 ആണോ ഗെയിം എന്ന് അവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ 90% GTA 6 ആവാനാണ് സാധ്യത. കാരണം റോക്ക് സ്റ്റാർ ഗെയിമിന്റെ ഇനി വരാനിരിക്കുന്ന ഗെയിം GTA 6 തന്നെയാണ്. അതുകൊണ്ട് തന്നെ GTA 6 ആവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ ഗെയിം ഒക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ, അതായത് ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് വേണം. നിങ്ങൾ ഇതിനു മുമ്പ് GTA സീരീസ് അല്ലെങ്കിൽ റോക്ക് സ്റ്റാറിന്റെ ഗെയിംസ് ഒക്കെ കളിച്ച് ഇച്ചിരെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ സെലക്ട് ആവാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്തോ, എങ്ങാനും കിട്ടിയാലോ.